ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ മുതൽ നമ്മളൊരു വാർത്ത ഇങ്ങനെ കേട്ട് സോഷ്യൽ മീഡിയയൊക്കെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നുള്ളൊരു ഒരു വാർത്ത ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നത് മറുനാടൻ മലയാളി എന്നൊരു വാർത്താ ചാനലിലൂടെയാണ്. ഒട്ടുമിക്ക വാർത്തകളും അതിലൂടെ വരുന്നതെല്ലാം സത്യം തന്നെയാണ്. ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നൊരു ചാനലാണ് മറുനാടൻ മലയാളി. അതിലിങ്ങനെ പറയുണ്ടായി, മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ബാധിച്ച് മമ്മൂട്ടി ട്രീറ്റ്മെന്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതൊക്കെയാണ് മറുനാടൻ മലയാളി എന്നൊരു വാർത്താ ചാനലിലൂടെ ഞാൻ കണ്ടത്. അപ്പൊ ആദ്യം അത് കണ്ടപ്പോഴത്തേക്ക് ഞാനും വിശ്വസിച്ചില്ല. നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും പോലെ തന്നെ ഞാൻ വിചാരിച്ചത് ഫേക്ക് ന്യൂസ് ആയിരിക്കും. പിന്നെ അതിനെ പറ്റിയിട്ടൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് കുറെ സെർച്ച് ഒക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക്, യൂട്യൂബിൽ കയറി കുറെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒട്ടുമിക്ക ചാനൽസിലും ഇത് വന്നിട്ടുണ്ട്. ഇപ്പം ഫേക്ക് ന്യൂസുകൾ ഇത് ചെയ്ത് വിടാത്ത ഒട്ടുമിക്ക നല്ല നല്ല ചാനലുകളിലും അതുപോലെ ഡോക്ടർമാരുടെ ചാനലുകളിലും അവർ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം കൺഫേം ആക്കാം, എനിക്ക് കൺഫേം ആയത് ഉള്ളതാണ്. കാരണം നമ്മളൊക്കെ കൊച്ചുനാളിൽ മുതൽ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതൽ തന്നെ കേൾക്കുന്ന ഒരു പേരാണ് മമ്മൂട്ടി. ഇപ്പം മമ്മൂട്ടിയുടെ പഴയ പടങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വികാരമാണ്. ഇപ്പോഴും ഈ 73-ാമത്തെ വയസ്സിലും പുള്ളി ആ ഒരു ഫിറ്റ്നസും ആ ഒരു ആഹാര രീതിയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും നമുക്കും ആ ഒരു ഫിറ്റ്നസ് ലെവലിൽ നിൽക്കുന്ന ഒരാളെ ഒരു പ്രത്യേക അവരോട് നമുക്കൊരു ആരാധന തോന്നാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. അപ്പം നിങ്ങൾ എൻ്റെ ഷോർട്സ് വീഡിയോകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതലും ഞാൻ ഇടുന്നത് മമ്മൂട്ടിയുടെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം ചെറുപ്പം മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു നടൻ എന്ന നിലയ്ക്ക് ആ നടനോട് തോന്നുന്നൊരു ഇഷ്ടം. അപ്പോൾ ഇങ്ങനത്തെ ന്യൂസ് കേൾക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമുക്കത് വല്ലാതൊരു ഫീൽ ചെയ്യും. കാരണം മമ്മൂട്ടിക്ക് ക്യാൻസർ. അപ്പം ഇത് കേൾക്കുമ്പം സാധാരണക്കാരായ ആൾക്കാർ വിചാരിക്കുന്നത് മമ്മൂട്ടിക്ക് ക്യാൻസർ വന്നു, എന്നാൽ പിന്നെ നമുക്ക് എന്താ വരാത്തതെന്ന് സാധാരണപ്പെട്ട ആൾക്കാരെ വിചാരിക്കണം. ഇത്രയും ഒരു ഇൻഡസ്ട്രിയിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരാള്, സിനിമ ഇൻഡസ്ട്രിയിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരാള്, അതുപോലെ തന്നെ ഫിറ്റ്നസിന്റെ കാര്യത്തിലായാലും ഫുഡിന്റെ കാര്യത്തിലായാലും ഡയറ്റിന്റെ കാര്യത്തിലായാലും പക്ക ഇങ്ങനെയുള്ള എല്ലാം ഫോളോ ചെയ്ത് പോകുന്ന ഒരാൾക്ക് ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക്, കുടലിലെ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടും. അപ്പം പിന്നെ സാധാരണപ്പെട്ട ആൾക്കാരുടെ അവസ്ഥ പറയേണ്ടപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, അസുഖങ്ങൾ ആർക്ക് വേണമെങ്കിലും വരാം. അത് ഇന്ന ആളെന്നോ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെന്നോ അങ്ങനെയൊന്നുമില്ല. എപ്പം വേണമെങ്കിലും അസുഖം വരാം. അങ്ങനെ അസുഖത്തിന് പ്രത്യേകതയില്ല. മാരകമായിട്ട് അസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. RCCയിലൊക്കെ പോയി കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള ക്യാൻസറൊക്കെ ബാധിച്ച് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അസുഖങ്ങൾ എല്ലാവർക്കും വരും. അല്ലെങ്കിൽ ഇന്ന ആളെന്നോ അങ്ങനെയൊന്നുമില്ല. അസുഖങ്ങൾ എല്ലാവർക്കും വരും. പക്ഷെ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന പണ്ട് തൊട്ടേ നമ്മൾ കേട്ട് ജനിച്ച് വളർന്നു വരുന്ന സമയം തൊട്ടേ കണ്ടും കേട്ടും വരുന്ന ഒരു പേരാണ് മമ്മൂട്ടി. അതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും ഒരു ചർച്ചയാവുന്നത്. അസുഖങ്ങൾ എല്ലാവർക്കും വരും. ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അത് മമ്മൂട്ടിയെന്നോ സാധാരണപ്പെട്ട ആൾക്കാരെന്നോ ആരുമല്ല. എല്ലാവരും അസുഖങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും തുല്യരാണ്. ആർക്കും ഇന്ന അസുഖം വരരുതെന്നില്ല, എല്ലാ ആൾക്കാർക്കും വരും. പക്ഷെ ഇത്ര ഒരു മഹാനടനായെന്നൊരു നിലയ്ക്കാണ് നമ്മളെല്ലാവരും ആ ഒരു വാർത്ത കേട്ട് ഒന്ന് ഷോക്കാവുന്നത്. അപ്പൊ എന്തായാലും മറുനാടൻ മലയാളി പറയാൻ നമുക്കൊന്ന് നോക്കാം. നസ്രം 73-ാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല. നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന 100 കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടുനിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. 73 വയസ്സുള്ള ഒരാൾ ഇപ്പോഴും ഫിറ്റ്നസും അതുപോലെ ഇങ്ങനെ ഒരു ഫിസിക്കൽ ഇതൊക്കെ കണ്ടീഷനൊക്കെ ഇത്രയും ഒരു ആക്റ്റീവായിട്ട് കൊണ്ടുപോകുന്ന ഒരാളെ ഞാൻ എൻ്റെ നാട്ടിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ 73 വയസ്സുള്ള ഒരാളെ വെച്ച് നോക്കുവാണെങ്കിൽ അപ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂട്ടി ഇപ്പം കുറെ ദിവസങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുവാണ്. അതുപോലെ മഹേഷ് നാരായണന്റെ 100 കോടി ബഡ്ജറ്റ് വരുന്ന ഒരു ചിത്രത്തിൽ നിന്ന് പോലും മമ്മൂട്ടി പിന്മാറി നിൽക്കുവാണ്. അപ്പം ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാവുന്നുണ്ട്. കാരണം മറ്റേത് ഇടയ്ക്കിടയ്ക്ക് ഒന്നരവട്ടം പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്, ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള ചില ഫോട്ടോസൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയ തന്നെ കത്തിക്കുന്ന ഒരു സ്വഭാവം മമ്മൂട്ടിക്ക് ഉണ്ടായത്. ഇപ്പം കുറേ ദിവസങ്ങൾ കൊണ്ട് ഫോട്ടോസും കാര്യങ്ങളൊന്നും പോസ്റ്റുകളൊന്നും കാണാറില്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്, എന്താണ് കാരണം, എന്താണ് കാര്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പം കുറേ ദിവസങ്ങളോളം ഷൂട്ടിംഗ് ലൊക്കേഷനൊന്നും പോക്കില്ല.
അതിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു, അവധിയെടുത്തിരിക്കുന്നു. മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് 1 മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി. അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാവുന്നത്, വരുൺ ആർ എന്ന് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു. ഷൂട്ടിംഗ് പോസ്റ്റ്പോൺഡ് ആസ് മമ്മൂട്ടി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ. He is diagnosed with a serious illness. Dulquer also has taken a break from the schedule of I'm Game, praying for a fast recovery of Mammootty. വരുണിന്റെ ട്വീറ്റ് പൊടുന്നനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. നിരവധി ആളുകൾ സംശയങ്ങൾ, വാട്ട് ഈസ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ. മമ്മൂട്ടിയോട് തന്നെ മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാനും ഇതുപോലെ അവധിയെടുത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനൊന്നും പോകാതെ പിന്മാറി നിൽക്കുന്നുണ്ട്. അപ്പം ഇതെങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുൺ എന്ന് പറഞ്ഞൊരാള് ട്വീറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റിനകത്താണ് ഇതിലൂടെ ജനങ്ങൾ കാണുന്നത്. ഇതുപോലെ മമ്മൂട്ടി ക്യാൻസർ ആണ്, അപ്പൊ മമ്മൂട്ടിയുടെ ഇതിൽ അത്ര ഇതല്ല, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരുക്കത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്വീറ്റ് കണ്ടു. അപ്പൊ ആ ട്വീറ്റ് അത് ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാനും കുറെ നോക്കി, പക്ഷെ അത് സിനിമ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണെന്നാണ് പറയുന്നത്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ ഓരോ ന്യൂസുകളിലും ഓരോ ഡോക്ടേഴ്സും കാര്യങ്ങളും ഇതിനെപ്പറ്റി ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൽ സത്യമായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ പുള്ളി ഈ വരുൺ എന്ന് പറയുന്ന ആൾ ആരാന്ന് പോലും എനിക്കറിയത്തില്ല, മമ്മൂട്ടിയായിട്ട് എന്ത് ബന്ധമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം എന്തായാലും അതൊരു സത്യമായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്, ഫേക്ക് ന്യൂസ് അല്ല. അപ്പം മമ്മൂട്ടിക്ക് കുടലിലാണ് ക്യാൻസർ ബാധിച്ചേക്കുന്നത്. അത് ഒരു സ്റ്റാർട്ടിംഗ് ടൈം ആണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കേട്ടു നോക്കാം. റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ, പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു. ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ്. വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു? ക്യാൻസർ ബാധിതനാണോ? ഷൂട്ടിംഗ് മുഴുവൻ നിർത്തിവെച്ചിട്ടുണ്ടോ? ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ? വിശദമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ്. കഴിഞ്ഞ കുറേ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദ്ദിക്കുമായിരുന്നു. ഈ ഛർദ്ദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലർ എന്നോട് പറഞ്ഞ് അമൃതയിൽ കാണിച്ചതാണ്, അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ്. പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി. കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. അത് ഗൗരവമായ ഒരു സ്റ്റേജിലെ അല്ല, 1ാമത്തെ സ്റ്റേജാണ്. തുടർന്ന് ചെന്നൈ ഇത് കണ്ട മറുനാടൻ TV ഇതിനെ പറ്റിയിട്ട് മണിക്കൂറുകളോളം അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതെന്നാണ് പറയുന്നത്. കാരണം ഇത് കണ്ട ഉടനെ ഇങ്ങനെ ഒരു വീഡിയോ, മമ്മൂട്ടി ക്യാൻസർ ആണെന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് അതിനകത്ത് സത്യാവസ്ഥ ഒന്നും ഇല്ലെങ്കിൽ പുള്ളി എപ്പം എയറിൽ പോയെന്ന് വെച്ചാൽ മതി, പുള്ളി ആ നിമിഷം തന്നെ സ്പോട്ടിൽ തന്നെ പുള്ളിയെ ആൾക്കാരെ ഏറി കയറ്റിയാണ്. കാരണം ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ അപ്പൊ അത് പുള്ളി എന്ന് പറയുന്നത് കുറെ മണിക്കൂറുകൾ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത പുള്ളി ഇടുന്നതാണ്. പുള്ളി ആദ്യം ഈ ഒരു വാർത്ത ചാനലിനകത്താണ് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കാണുന്നത്. വേറെ ചാനലിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം കാണുന്നത് മറുനാടനിലാണ് ഇങ്ങനെ ഒരു വാർത്ത കാണുന്നത്. അപ്പം അപ്പോളോ ഹോസ്പിറ്റലിലാണ് മമ്മൂട്ടിയുടെ മരുമകൻ ജോലി ചെയ്യുന്ന അപ്പോളോ ഹോസ്പിറ്റലിലാണ് മമ്മൂട്ടിയുടെ ട്രീറ്റ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. കുറച്ച് ദിവസങ്ങളായി മമ്മൂട്ടിക്ക് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഛർദിലും അതുപോലെ വയറ്റിലുണ്ടാകുന്ന ഒരു വേദനയും ഇതൊക്കെ കൊണ്ടാണ് പോയി ചെക്കപ്പ് ചെയ്ത് നോക്കിയെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ക്യാൻസറിന്റെ ചെറിയൊരു ആരംഭം ചെറുകുടലിൽ തുടങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചത്. ഇത് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. മമ്മൂട്ടിയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും മമ്മൂട്ടിയുടെ ആ ഒരു ഫിറ്റ്നസിനെയും പറ്റി സുരേഷ് ഗോപി ഒരു ചാനൽ ഇന്റർവ്യൂവിന് കൊടുത്തൊരു വീഡിയോ സുരേഷ് ഗോപി പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ മമ്മൂക്ക, അപ്പൊ സുരേഷ് ഏട്ടൻ ഈ ബോഡി എന്തെങ്കിലും ഫിറ്റ്നസ് ഫ്രീക്ക് പോലെ? ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് ഇവിടെ ഉച്ചരിക്കരുത്, പോളണ്ടിന്റെ പേര് ഇവിടെ ഉച്ചരിക്കരുത്. അതൊരു അപൂർവ ജന്മമാണ്. അങ്ങനൊന്നും ലോകത്താർക്കും പറ്റില്ല. വലിയ നടനാണ് മോഹൻലാലിനും പറ്റില്ല അതുപോലെ ആവാൻ. ഇമ്പോസിബിൾ. അല്ല, മമ്മൂക്കയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാതെ ആയിട്ട് എത്രയോ വർഷങ്ങളായി എന്നൊക്കെ നമ്മളിങ്ങനെ ഇന്റർവ്യൂസിൽ കാണാം. സുരേഷ് ഏട്ടൻ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഇനി അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി 10 കിലോ കുറയ്ക്കണം, ഇത് കഴിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ സുരേഷ് ഏട്ടൻ എന്ത് ചെയ്യും? എനിക്ക് പറ്റില്ല, ഞാൻ ആ ഉപദേശം വേണ്ടാന്ന് വയ്ക്കും. ഈ ഒരു 73ാമത്തെ വയസ്സിലും ഫിറ്റ്നസിന്റെ കാര്യത്തിലും അതുപോലെ ഫുഡിന്റെ കാര്യത്തിലും അതൊരു അത്ഭുതം തന്നെയാണെന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട്. അതുപോലെ മോഹൻലാലിന് പോലും അതുപോലെ ആവാൻ സാധിക്കില്ല, ഇമ്പോസിബിൾ ആണെന്നാണ് പറയുന്നത്. ശരിയാണ്, 23ാമത്തെ വയസ്സിലും ഇത്രയും ഒരു ഫിറ്റ്നസ് ലെവലൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളെ ഞാൻ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. 73ാമത്തെ വയസ്സിലും ഇത്രയും, സാധാരണ 73 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഓരോരോ ആൾക്കാർ ഷുഗർ കൊണ്ടും പ്രഷർ കൊണ്ടും അപ്പം ലൈഫ് സ്റ്റൈൽ, പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ 100 വയസ്സ് വരെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇന്നത്തെ ആൾക്കാർ ഒരു 50 വയസ്സ് വരെയും പോകുന്നില്ല, അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ
മാക്സിമം നിങ്ങൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത് നിങ്ങളെ ഫിറ്റ്നസ്സും അതുപോലെ നിങ്ങൾ ഡയറ്റും നല്ലപോലെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ 73ാമത്തെ വയസ്സിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റുമെന്നൊരു തെളിവാണ് മമ്മൂട്ടി. അപ്പം ഈ മമ്മൂട്ടിയുടെ ക്യാൻസറിനെ പറ്റിയിട്ടുള്ളൊരു വാർത്ത വന്നപ്പോഴത്തേക്ക് ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഡോക്ടർ രാജേഷ് കുമാർ ഇട്ടിട്ടുണ്ട്. അപ്പം ആ വീഡിയോ നമുക്കൊന്ന് കാണാം. കാരണം ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഞാനും ആദ്യം പോയി നോക്കുന്നത് ഈ ഒരു ഡോക്ടറിന്റെ ചാനലാണ്. പുള്ളി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിരുന്നുണ്ട്. അതിൽ എന്തുകൊണ്ട് വരുന്നുണ്ട്, അത് സത്യമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് 100% കൺഫേം ആയത്, ഇത് സത്യമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണെന്ന് കൺഫേം ആയത്. എന്തായാലും ഡോക്ടർ രാജേഷ് കുമാറിന് പുള്ളി പറയുന്നത് ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആരോഗ്യത്തിൻ്റെയും ലൈഫ് സ്റ്റൈലിൻ്റെയും കാര്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ റോൾ മോഡലായിട്ട് കാണുന്ന ആൾ മമ്മൂട്ടിയാണ്. കാരണം അദ്ദേഹം ഈ പ്രായത്തിലും തുടരുന്ന ഭക്ഷണത്തിൻ്റെ ചര്യയും അദ്ദേഹത്തിൻ്റെ വ്യായാമത്തിനും ചിട്ടയിലും ജീവിതചര്യയിലും അദ്ദേഹം കാണിക്കുന്ന കൃത്യതയുമാണ് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുന്ന വാർത്ത എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസറാണ്, അത് കൂടിയ രൂപത്തിലാണ് വന്നിരിക്കുന്നതെന്ന്. യൂഷ്വലി സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള ഊഹം വെച്ചുള്ള കഥകളും മരണ വാർത്തകളും ഗോസിപ്പുകളും എല്ലാം കേൾക്കാറുണ്ട്. ഞാൻ ആദ്യം തള്ളിക്കളയുണ്ടായി. എന്നാൽ എനിക്ക് വളരെ വിശ്വസനീയമായി രാജേഷ് കുമാർ എന്നൊരു ഡോക്ടർ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ട് 24 മണിക്കൂർ ആയിട്ടില്ല. അതിനപ്പുറം വെച്ച് തന്നെ ആ വീഡിയോ 1 മില്യൺ വ്യൂസിലോട്ട് കടക്കാൻ പോവാണ്. അപ്പം അത്രത്തോളം ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു വാർത്തയാണ്. ഇത് സത്യമാണോ സത്യമല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരുന്ന ഒരു വാർത്തയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡോക്ടർ തന്നെ പറയുന്നുണ്ട് പുള്ളിയുടെ റോൾ മോഡൽ മമ്മൂട്ടിയാണെന്ന്. മമ്മൂട്ടിയുടെ ഒരു ഫിറ്റ്നസും ആ ഒരു ഇതൊക്കെയാണ് പുള്ളി ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നതാണെന്ന് ഡോക്ടർ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും നമ്മളെല്ലാവരും. കാരണം നമ്മളെയൊക്കെ ഒരു ഇത്രയും ഒരു ഏജിൽ നമ്മൾ കാണുന്നിട തൊട്ട് ഈ ഒരു 73ാമത്തെ വയസ്സിൽ വരെ ആ ഒരു പുള്ളി അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം പുള്ളിയുടെ ആ ഒരു ഫിറ്റ്നസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മളും ഒരു അഡിക്റ്റ് ആയി പോകും, പുള്ളിയോട് ഒരു ഇഷ്ടം തോന്നിപ്പോകും. അപ്പം ഡോക്ടറും അതാണ് പറയുന്നത്. ഡോക്ടറും ആദ്യം ഇത് കേട്ടപ്പോഴത്തേക്ക് വിശ്വസിച്ചില്ല എന്നാണ് പറയുന്നത്. പിന്നെ പുള്ളി അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചു, ഓരോരുത്തരുമായിട്ട് എൻക്വയറീസ് ഒക്കെ നടത്തിയപ്പോഴത്തേക്ക് ഉള്ളത് തന്നെയാണെന്നാണ് പുള്ളി പറയുന്നത്. പ്രത്യേകതയും ഇതിനെങ്ങനെയാണ് ചികിത്സാ രീതിയെന്നും ഞാൻ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തിന് ചെറിയ ദഹനത്തിന് ചെറിയ ബുദ്ധിമുട്ട് പോലെയും ചെറിയ ഓർക്കാനും ഒക്കെ ഉണ്ടായിരുന്നതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇവാലുവേഷൻസിൽ കുടലിനകത്ത് ചെറിയ ഗ്രോത്ത്, വളരെ ചെറിയ ഒരു ഗ്രോത്തിന്റെ നേച്ചർ കണ്ടു. അതിന്റെ പരിശോധനയിൽ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയിൽ അത് ക്യാൻസറിൻ്റെ, കുടലിൽ വരുന്ന ക്യാൻസറിൻ്റെ വളരെ സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു സ്റ്റേജ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം ഇപ്പോൾ അത് വളരെ തുടക്കത്തിൽ വളരെ ഫസ്റ്റ് സ്റ്റേജിലാണ് എന്നും അതിന് നാളെ മുതൽ അടുത്ത തിങ്കളാഴ്ച മുതൽ അദ്ദേഹത്തിന് അപ്പോളോയിൽ റേഡിയോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയിൽ കുടലിൽ വരുന്ന ഒരു ക്യാൻസറിന്റെ ചെറിയൊരു ആരംഭം എന്നാണ് പറയുന്നത്. ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലാണ് മമ്മൂട്ടിയുടെ മരുമോനും ജോലി ചെയ്യുന്നത്. പുള്ളി അവിടുത്തെ ഡോക്ടറാണ്. അപ്പം അവിടെ നടത്തിയ പരിശോധനയിൽ ക്യാൻസറിന്റെ ചെറിയൊരു ആരംഭമാണെന്നാണ് ഡോക്ടർ പറയുന്നത്. റേഡിയോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് ഈ ക്യാൻസർ? അദ്ദേഹത്തിനെ പോലെ ജീവിത രീതിയും ലൈഫ് സ്റ്റൈൽ, പ്രത്യേകിച്ച് ഭക്ഷണക്രമവും ചിട്ടയായ വ്യായാമവും സൂക്ഷിക്കുന്ന ഒരാൾക്ക് ക്യാൻസർ ഇത്തരത്തിൽ വരാമെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും? ഒരുപാട് പേര് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ ഒരു ചോദ്യമാണിത്. അദ്ദേഹത്തിന് ഈ കുടൽ ക്യാൻസർ വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയാമോ? അദ്ദേഹത്തിന്റെ പ്രായമാണ്. കാഴ്ചയ്ക്ക് അദ്ദേഹം വളരെ സുന്ദരനാണ്. അദ്ദേഹത്തിന് ആ ഒരു ലൈഫ് സ്റ്റൈലും ഫിറ്റ്നസും അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിന് 73-74 വയസ്സിൻ്റെ ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന്റെ ശരീരവും കോശങ്ങളും അവയവങ്ങളും കാണിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ ഒരു മനുഷ്യന് വരാൻ സാധ്യതയുള്ള കോശങ്ങളുടെ ജനിതക മാറ്റമാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ക്യാൻസർ ആയിട്ട് കണ്ട. അതായത് പ്രായം ചെല്ലുന്ന സമയത്ത് മനുഷ്യർക്ക് പല്ലുകൾക്ക് കേടുപാടുണ്ടാകുന്നു, എല്ലുകൾക്ക് വീക്ക്നെസ് ഉണ്ടാകുന്നു, ജോയിൻസിന് പ്രോബ്ലം ഉണ്ടാകുന്നു, മുടിക്ക് നര വരുന്നു, കണ്ടിട്ടില്ലേ? ഇതേപോലെ തന്നെ പ്രായം ചെല്ലുമ്പോൾ കോശങ്ങളുടെ ജനിതക ഘടനയിൽ വളരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും നമ്മുടെ പ്രതിരോധ കോശങ്ങൾക്ക്, പ്രതിരോധ ശേഷിക്ക് അതിനെ നിയന്ത്രിച്ച് നശിപ്പിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ ഈ കോശങ്ങൾ അനിയന്ത്രിതമായി പെറ്റുവരിക. അത് പലപ്പോഴും ഒരു ഭാഗത്ത് അപ്പോൾ അത് ക്യാൻസറിന്റെ ഒരു ആരംഭമാണെന്നും അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്നും അതുപോലെ റേഡിയോ തെറാപ്പി ട്രീറ്റ്മെന്റ് തിങ്കളാഴ്ച എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഡോക്ടറിനെ അറിയാൻ കഴിഞ്ഞാൽ ഡോക്ടർ വീഡിയോയിലൂടെ പറയുന്നത്. സാധാരണ വരുന്നതിന് നമ്മൾ കണ്ടെത്തുന്ന ചില ഘടകങ്ങളുണ്ട്. പുകവലി, മദ്യപാനം തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ്. പലരും വിചാരിക്കുന്നത് ഓക്കെ, ഒരു 40-45 വയസ്സ് വരെ പുകവലിയും മദ്യപാനവും എല്ലാം നടത്തിയിട്ട് ഇതൊരു 45 വയസ്സ് കഴിഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ കുടൽ ക്യാൻസർ വരില്ലല്ലോ എന്ന്. എന്നാൽ കുടൽ ക്യാൻസർ നമുക്ക് ഈ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ, നമ്മൾ ഇവയൊന്നും ഉപയോഗിക്കാത്ത ലൈഫ് സ്റ്റൈൽ ചെറുപ്പം മുതലേ തുറന്നു വന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. പലരെയും കണ്ടിട്ടില്ലേ, ഹാർട്ട് അറ്റാക്ക് വരുന്നു, ഹാർട്ടിന്റെ നോക്കുന്ന സമയത്ത് പല ഭാഗങ്ങളിൽ ബ്ലോക്ക് ഉണ്ട്, പരിശോധിക്കുന്ന സമയത്ത് അവരുടെ ഹിസ്റ്ററി നോക്കിയാൽ. ഈ വാർത്ത കേട്ടത് മുതൽ എല്ലാവരും ഞെട്ടി. കാരണം
ഈ ഒരു ഫിറ്റ്നസ്സും അതുപോലെ തന്നെ ഡയറ്റും ഇത്രയും ഇതൊക്കെ ഒരു കീപ്പ് ചെയ്തുകൊണ്ട് ഒരു പോകുന്ന ഒരാൾക്ക് എങ്ങനെ ക്യാൻസർ വന്നെന്നാണ് എല്ലാവരെയും ഒരു ചോദ്യം. കാരണം ഇതൊന്നും കാരണം ഒരുപാട് ബാഡ് ഹാബിറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് ഇതൊക്കെ പെട്ടെന്ന് വരുന്നതെന്നാണ് നമ്മളൊരു പൊതുവായിട്ടുള്ളൊരു അറിവ്. കാരണം എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ കള്ളു കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഭാര്യ തമ്പാക്കോ പാക്ക് ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് വരുമെന്നാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഫിറ്റ്നസ് അത്രയും കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാൾക്ക് ഇങ്ങനൊരു അസുഖം വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഷോക്കാവും. എല്ലാവരും ഒന്ന് ചിന്തിക്കും എന്തുകൊണ്ട് അങ്ങനെ വന്നു. ചിലവർ ചിന്തിക്കും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് വന്നത്. അപ്പം ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രായം തന്നെയാണ് 23 വയസ്സ് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വരാം. കാരണം 50 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളെല്ലാം വന്ന് ചേരുന്നുണ്ട്. നമ്മൾ പ്രായം കൂടി പോകും തോറും നമ്മളെ ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കും. അത് ഇന്ന ആളെന്നോ അല്ലെങ്കിൽ ഇന്ന ആളെന്നോ ഇല്ല, അത് ആരാണെങ്കിലും അസുഖങ്ങൾ നമ്മളൊരു പ്രായം കഴിയും തോറും അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിനെയൊക്കെ തരണം ചെയ്ത് പോവുക എന്നതാണ്. പുകവലിക്കുന്നതും കള്ളു കുടിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഫോളോ ചെയ്ത് നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിക്കുക, പിന്നെ ഇരിക്കുന്ന ദൈവത്തിന്റെ കയ്യിലാണ്. പിന്നെ ഈ പറയുന്ന പോലെ മമ്മൂട്ടി ഇങ്ങനെയുള്ള ഒരു ബാഡ് ഹാബിറ്റും പുള്ളിക്കില്ലായിരുന്നു. പക്ഷെ പുള്ളിയുടെ പ്രായത്തിന്റെ ഒരു ഇത് കൊണ്ടിട്ടാണ് പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വന്നതാണ് ഡോക്ടർ പറയുന്നത്. കാരണം പ്രായം കൂടുന്തോറും ഓരോ അസുഖങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതൊന്നും അറിയാതെ വിളിച്ചു വരുത്തുന്ന അസുഖങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ സിഗരറ്റ് വലി, കള്ളുകൂടി, ഓവറായിട്ടുള്ള ആൽക്കഹോളിന്റെ ഇതൊക്കെ കൊണ്ടിട്ട് അസുഖങ്ങളൊക്കെ വിളിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ നല്ലൊരു ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പം എന്തായാലും ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് ഇത് തുടക്കം തന്നെ ഇത് ട്രീറ്റ്മെന്റ് ചെയ്ത് ഭേദമാക്കാന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറയുന്നത്. എന്നാലും നമുക്ക് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കണം. നല്ലൊരു നടനാണ്. ഒരുപാട് പ്രോജക്റ്റുകൾ ഇപ്പോഴും പുള്ളിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് പുതുമുഖ സംവിധായകരെയും ഡയറക്ടർമാരെയും പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ അത് മാത്രമല്ല, പുള്ളി ഒരുപാട് സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ന്യൂസ് കേട്ട ഉടനെ ഇപ്പം ആൾക്കാർ ഷോക്കാവുന്നതും പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി കാരണം ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്. പുള്ളി സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചാരിറ്റി ട്രസ്റ്റുകളുണ്ട്. അപ്പൊ അതൊക്കെ നിലനിൽക്കണമെങ്കിൽ മമ്മൂട്ടി എന്നൊരു നടൻ അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.